10 കൽപ്പനകൾ. പുറപ്പാട് അധ്യായം 20. കൽപ്പന 1. ഞാൻ നിന്റെ ദൈവമായ കർത്താവാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. കൽപ്പന 2. മേൽ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെ പ്രതിമയോ സാദൃശ്യമോ നീ ഉണ്ടാക്കുകയോ അവയെ വന്ദിക്കുകയോ സേവിക്കുകയോ ആകട്ടെ ചെയ്യരുത്. കൽപ്പന 3. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം കൊണ്ട് വ്യാജമായി ആണയിടരുത്. കൽപ്പന 4. ശാബത്ത് ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം നീ വേല ചെയ്ത് നിന്റെ പ്രവൃത്തിയെല്ലാം നിവൃത്തിയാക്കണം. 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ ശാബത്താകുന്നു. ആ ദിവസത്തിൽ നീയും നിന്റെ പുത്രനും പുത്രിയും ദാസനും ദാസിയും നിന്റെ മൃഗങ്ങളും നിന്റെ ഗ്രാമത്തിലുള്ള പരദേശിയും യാതൊരു വേലയും ചെയ്യരുത്. കൽപ്പന 5. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടുകൂടി ഇരുപ്പാനായി നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൽപ്പന 6. നീ കൊല ചെയ്യരുത്. കൽപ്പന 7. നീ വ്യഭിചാരം ചെയ്യരുത്. കൽപ്പന 8. നീ മോഷ്ടിക്കരുത്. കൽപ്പന 9. നിന്റെ കൂട്ടുകാരന് വിരോധമായി നീ കള്ളസാക്ഷി പറയരുത്. കൽപ്പന 10. നീ നിന്റെ കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. നിന്റെ കൂട്ടുകാരന്റെ ഭാര്യയും ദാസനെയും ദാസിയെയും കാളയും കഴുതയും നിന്റെ കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. അശുദ്ധമായതും നാം ഭക്ഷിക്കരുത് എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമായ ജീവികളെ കുറിച്ച്. മ്ലേച്ഛമായ യാതൊന്നിനെയും തിന്നരുത്. നിങ്ങൾക്ക് തിന്നാവുന്ന മൃഗങ്ങളാവിത്: കാള, ചെമ്മരിയാട്, കോലാട്, കലമാൻ, പുള്ളിമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, മലയാട്, കവരിമാൻ. മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നതും കുളമ്പ് 2ആയി പിരിഞ്ഞതും അയവിറക്കുന്നതുമായ മൃഗത്തെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നവയിലും തിന്നരുതാത്തവ ഏവയെന്നാൽ ഒട്ടകം, മുയൽ, കുഴിമുയൽ. അവ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നവയല്ല, അവ നിങ്ങൾക്ക് അശുദ്ധം. പന്നി, അത് കുളമ്പ് പിളർന്നതെങ്കിലും അയവിറക്കുന്നില്ല, അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം തിന്നരുത്, പിണം തൊടുകയും അരുത്. വെള്ളത്തിലുള്ള എല്ലാറ്റിലും ചെറുകും ചെതുമ്പിലും ഉള്ളതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ ചെറുകും ചെതുമ്പിലും ഇല്ലാത്ത ഒന്നും തിന്നരുത്, അത് നിങ്ങൾക്ക് അശുദ്ധം. ശുദ്ധിയുള്ള സകല പക്ഷികളെയും നിങ്ങൾക്ക് തിന്നാം. പക്ഷികളിൽ തിന്നരുതാത്തവ: കടൽ റാഞ്ചൻ, ചെമ്പരുന്ത്, കഴുകൻ, ചെങ്ങാലിപ്പരുന്ത്, ഗൃദ്രം, അതത് വിധം പരുന്ത്, അതത് വിധം കാക്ക, ഒട്ടകപ്പക്ഷി, പുള്ള്, കടൽ കാക്ക, അതത് വിധം പ്രാവിടിയൻ, നത്ത്, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കുടുംബച്ചാത്തൻ, നീർക്കാക്ക, പെരിഞ്ഞാറ, അതത് വിധം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ എന്നിവയാകുന്നു. ചിറകുള്ള ഇടജാതിയൊക്കെയും നിങ്ങൾക്ക് അശുദ്ധം, അവയെ തിന്നരുത്. ശുദ്ധിയുള്ള പക്ഷികളെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം. താനെ ചത്ത ഒന്നിനെയും തിന്നരുത്. ദൈവജനം അനുസരിക്കേണ്ടതായ ദൈവകൽപ്പനകൾ. നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരിക് തീർത്ത് കൊയ്യരുത്. നിന്റെ കൊയ്ത്തിൽ കാല പെറുക്കുകയും അരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. കൂലിക്കാരന്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. ചെകിടനെ ശപിക്കരുത്. കുരുടന്റെ മുൻപിൽ ഇടർച്ച വെക്കരുത്. ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്. എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്. കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം. പ്രതികാരം ചെയ്യരുത്. 2 തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത്. 2 വക സാധനം കലർന്ന വസ്ത്രം ധരിക്കരുത്. രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത്. നിങ്ങളുടെ തലമുടി ചുറ്റും വെളുമ്പ് വടിക്കരുത്. മെയ്മേൽ പച്ച കുത്തരുത്. നരച്ചവന് മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്കുണ്ടായിരിക്കണം. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. ദേശം വേശ്യാവൃത്തി ചെയ്ത് ദുഷ്കർമ്മം കൊണ്ട് നിറയാതിരിക്കേണ്ടതിന് നിന്റെ മകളെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്.